ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അസ്തിത്വത്തെ അഭിമാനകരമാം വിധത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കാനാണ് ഞങ്ങൾ മുസ്ലിം ലീഗ് എന്ന പേരിൽ സംഘടിക്കുന്നത് എന്നത്. ഈ സമുദായത്തോടുള്ള ഒരു താല്പര്യത്തെ മറച്ചു വെച്ചുകൊണ്ടല്ല ലീഗ്, ആരുടെയെങ്കിലും കയ്യടിക്ക് വേണ്ടി പറയാതെയുമല്ല. അത് ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്ന MSF മുതൽ എല്ലായിടത്തും മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുള്ളത്. സാമുദായിക സംഘടനം എങ്ങനെ ആവണമെന്ന് വളരെ കൃത്യമായി മുസ്ലിം ലീഗ് ഒരു മോഡലായി ഈ രാജ്യത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സാമുദായിക സംഘടനത്തിന് വ്യത്യസ്തമായ രണ്ട് പ്രതലമുണ്ട്. എൻ്റെ സമുദായം എന്നതിൻ്റെ പേരിൽ ഞാൻ അഭിമാനിക്കുകയും മറ്റൊരാളുടെ സമുദായത്തെ ആദരിച്ചുകൊണ്ട് തന്നെ എനിക്ക് കൂടി നിൽക്കാനുള്ള പ്രതലമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, എൻ്റെ സമുദായം എന്ന്, എൻ്റെ മതം, എൻ്റെ ജാതി എന്ന് ഉദ്ഘോഷിക്കുകയും മറ്റൊരാളും ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്ന മറ്റൊരു രീതിയും സാമുദായിക പ്രവർത്തനത്തിന്, മതത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾക്കുണ്ട്. ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ഹിറ്റ്ലർ ഒരു സാമുദായികവാദിയാണ്, മതവാദിയാണ്. ഗോൾവാൾക്കർ ഒരു സാമുദായികവാദിയാണ്, മതവാദിയാണ്. പക്ഷേ ഹിറ്റ്ലർ ലോകത്തിലെ ഏറ്റവും ക്രൂരരായ ഭരണാധികാരികളിലോ നേതാക്കളിലോ പെടുന്നയാളാണ്. അങ്ങനെ തന്നെയാണ് ഗോൾവാൾക്കറും പെടുന്നത്. എന്നാൽ നമ്മളൊക്കെ ഗുരു എന്ന് വിളിക്കുന്ന, ദേവൻ എന്ന് വിളിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ, നമ്മൾ ശ്രീനാരായണൻ എന്നല്ല വിളിക്കുന്നത്, ശ്രീനാരായണ ഗുരുദേവൻ എന്നാണ്. അദ്ദേഹം വാദിച്ചത് ഹിന്ദു സമുദായത്തിന് വേണ്ടിയുമല്ല, ആ സമുദായത്തിനകത്തുള്ള ഒരു ജാതി വിഭാഗത്തിന് വേണ്ടിയാണ്, ഈഴവന്മാർക്ക് വേണ്ടിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വാദം എന്തായിരുന്നു? ഈഴവന്മാർ സംഘടിക്കണം, ഈഴവന്മാർക്ക് വിദ്യാഭ്യാസം വേണം, ഈഴവന്മാർ പുരോഗമിക്കണം. പക്ഷേ അതൊരു സമുദായത്തെയും ഉപദ്രവിച്ചുകൊണ്ടാവരുത്. അദ്ദേഹം കേരളത്തിന്റെ നവോത്ഥാന നായകരിൽ പ്രഥമഗണനീയനാണ്. ഒരുപക്ഷെ ഹിറ്റ്ലർ പറഞ്ഞതുപോലെ, ഗോൾവാൾക്കർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഭാഷയുമാണ് ആര് പറയുന്നത്? മന്നത്തു പത്മനാഭൻ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കൊരു വ്യത്യാസമുണ്ട്. നായർ സമൂഹത്തിന്റെ സമുന്നതി അനിവാര്യമാണ്, പക്ഷേ മറ്റൊരു സമുദായത്തെയും ഉപദ്രവിച്ചുകൊണ്ടാവരുത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആവട്ടെ, KM സീതി സാഹിബ് ആവട്ടെ, അവരും പറഞ്ഞത് അങ്ങനെയാണ്. മുസ്ലിം സമുദായത്തിന്റെ സമുന്നതിയാണ്, അത് മറ്റൊരു സമുദായത്തെയും വേദനിപ്പിച്ചുകൊണ്ടല്ല. മനോഹരമായി CH അതിന്റെ അതിർവരമ്പ് വരച്ചു. തലമുടി നാരിഴ. ലീഗിന്റെ സാമുദായിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾ നിങ്ങളുടെ സമുദായത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുക. അവനവന്റെ ഐഡന്റിറ്റി പ്രധാനമാണ്. അത് നമുക്ക് നിൽക്കാനുള്ള ആത്മവിശ്വാസമാണ്, ജീവിക്കാനുള്ള പ്രചോദനമാണ്. അതിനപ്പുറം നമ്മളുടെ വിശ്വാസമാണ്. അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ല, ആരെയും വിഷമിപ്പിക്കാനല്ല. അങ്ങനെ പാടില്ല. ഈ അടുത്ത് മരിച്ചുപോയ മാർപ്പാപ്പ, നിങ്ങൾ ഓർത്തു നോക്കൂ മാർപ്പാപ്പയെ. അദ്ദേഹം ലോകത്തിലെ മനുഷ്യരുടെ മുഴുവൻ സങ്കടമാണ് അദ്ദേഹത്തിന്റെ മരണം. അദ്ദേഹം ക്രിസ്ത്യൻ സമുദായത്തിന്റെ സമുന്നതനായ നേതാവാണ്. ഇന്ത്യയിലെ, ലോകത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഏറ്റവും പരമോന്നതിയിൽ നിൽക്കുന്ന പുരോഹിതൻ. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചുപോയപ്പോൾ എല്ലാവർക്കും എന്തേ സങ്കടമായത്? എല്ലാവരും എന്തേ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ലോകത്തിന്റെ പൗരോഹിത്യത്തിന്റെ മുമ്പിൽ ആ മനുഷ്യനൊരു മാതൃകയായിരുന്നു. തന്റെ വീട്ടിലെ വെറും ഒരു 2-3 മുറികൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ട് ആഡംബരരഹിതമായി ജീവിച്ചു പോയ ഒരു മനുഷ്യൻ. എല്ലാം ആകാമായിരുന്നിട്ടും ഒരു സാധുവായ മനുഷ്യനായി. ഫലസ്തീനിലെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോ ഇസ്രായേലികളുടെ അരുതെന്ന് പറയാൻ ധൈര്യം കാണിച്ച മനുഷ്യൻ. ലോകത്തിലെവിടെയും പീഡിതരുണ്ടോ, മർദ്ദിതരുണ്ടോ, അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന, മർദ്ദകർക്കും ചൂഷകർക്കുമെതിരെ സംസാരിക്കുന്ന ഒരു മഹാമനുഷ്യൻ. ആ മാർപ്പാപ്പ ലോകത്തിന്റെ സങ്കടമായത് അദ്ദേഹം ക്രിസ്തുമത വിശ്വാസിയായി കൊണ്ട് തന്നെയാണ്. ക്രിസ്തുമത വിശ്വാസത്തിനകത്ത് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ്. മനുഷ്യർക്ക് വേണ്ടിയാണ് മനുഷ്യൻ നിന്നത്.
സാമുദായിക പ്രവർത്തനം എങ്ങനെയാവണം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ സമീപകാലത്ത് പറയാൻ കഴിയുന്നതിൽ ഒരു മനുഷ്യൻ മാർപ്പാപ്പയാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, മാർപ്പാപ്പ മരിച്ചപ്പോൾ ഖാസ എന്ന് പറയുന്ന വൃത്തികെട്ട സംഘടന, ക്രിസ്ത്യാനികളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന തീവ്രവാദ സംഘടന, ആ ഖാസ മാർപ്പാപ്പ മരിക്കേണ്ടവനാണ് എന്ന് പറഞ്ഞു. മാർപ്പാപ്പക്കെതിരെ ഏറ്റവും വിഷലിപ്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. കാര്യം എന്ത്? മാർപ്പാപ്പ മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചു. ഖാസ പറഞ്ഞു, ഒരു ക്രിസ്ത്യാനിയും മറ്റൊരു മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ പാടില്ല. അതെങ്ങനെ ക്രിസ്തു മതമാവും? അതെങ്ങനെ മാർപ്പാപ്പക്ക് സ്വീകരിക്കാനാവും? അതുതന്നെയല്ലേ ഗാന്ധിജി മരിച്ചു പോയപ്പോൾ? ഗാന്ധിജി ആരാണ്? നിങ്ങളും ഞാനും ആഗ്രഹിക്കുന്നത് എന്താണ്? നാളെ മരണത്തിന്റെ അവസാനത്തെ സെക്കൻഡുകൾ എത്തുമ്പോൾ കൂടെ അടുത്ത് മക്കളുണ്ടെങ്കിൽ, ഭാര്യയുണ്ടെങ്കിൽ, അവർ ചൊല്ലിത്തരിക എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിച്ചു പോകണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? ദിക്റുകൾ ചൊല്ലി മരിക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? നാഥുറാം വിനായക് ഗോസ് വെടിവെച്ച് ഗാന്ധിജി അവസാന ശ്വാസവും വെടിയുമ്പോൾ ആ മനുഷ്യൻ ചൊല്ലിയ ദിക്റ് ഹേയ് റാം ഹേയ് റാം എന്നാണ്. ഇന്ത്യ കണ്ട ഏറ്റവും സനാതനനായ ഹിന്ദുവാണ് ഗാന്ധിജി. ആ ഗാന്ധിജിയെ കൊന്നത് RSS ആണ്. ഗാന്ധിജി ഇന്ത്യയിലെ ഹിന്ദുത്വം സമൂഹത്തിന് മുഴുവൻ വെറുപ്പാണ് ആ മനുഷ്യനോട്, ഫാഷിസ്റ്റുകൾക്ക്. അദ്ദേഹം ഹിന്ദുവാണ്. എന്തേ ഗാന്ധിജിയെ വെറുത്തത്? അദ്ദേഹം ഈ ലോകത്തിലെ മനുഷ്യരെ സ്നേഹിച്ചനാണ്. അദ്ദേഹം ഈ നാട്ടിലെ മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെ, ഇന്ത്യക്കാരനെ, മനുഷ്യനെ. സുഭാഷ് ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്, ഈ ആളുകളെ കൊണ്ടുപോയി കൊല്ലിച്ചിട്ട് എന്തിനാണ് ഈ നാട്ടിന് സ്വാതന്ത്ര്യം? അവന് കൂടി ആസ്വദിക്കാനുള്ളതല്ലേ ഇത്? അവൻ കൂടെ സ്വാതന്ത്ര്യം ആസ്വദിക്കണ്ടേ? മനുഷ്യനെ സ്നേഹിച്ചിരുന്നു ഗാന്ധിജി. അതുകൊണ്ട് ഗാന്ധിജിയെ RSSന് ഇഷ്ടമല്ല. മനുഷ്യനെ സ്നേഹിച്ചിരുന്നു മാർപ്പാപ്പ. അതുകൊണ്ട് ഖാസക്ക് മാർപ്പാപ്പയെ ഇഷ്ടമല്ല. ഇതാണ് വ്യത്യാസം. നിങ്ങൾ ഏതു തരത്തിൽ വെറുപ്പുകൾ പ്രചരിപ്പിക്കുന്നവരുണ്ടായാലും സാമുദായിക പ്രവർത്തനത്തിനിടയിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സമുദായത്തിന്റെ സമുന്നതി പ്രധാനമാണ്. പക്ഷേ അത് മറ്റാരെയും വേദനിപ്പിച്ചുകൊണ്ടാവരുത് എന്ന നിർബന്ധമുണ്ട്. ആരെയുടെയും സങ്കടത്തെ പറഞ്ഞുകൊണ്ട്, അവർക്ക് സങ്കടം ഉണ്ടാക്കിക്കൊണ്ടല്ല അത് സംഘടിപ്പിക്കേണ്ടത്. ഏറ്റവും വലിയ വെറുപ്പ് പറയുന്നു ഖാസ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ഖാസയുടെ വെറുപ്പ് കാണുന്നില്ല. അദ്ദേഹത്തിന് ഇന്റലിജൻസ് ഉണ്ടല്ലോ. സമീപകാലത്ത് സോഷ്യൽ മീഡിയ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഏറ്റവും വലിയ വെറുപ്പിന്റെ പ്രചാരകന്മാർ RSSനെ വെല്ലും വിധത്തിൽ കേരളത്തിൽ ഖാസയാണ്. ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ പോലും സാമൂഹിക സ്പർദ്ധയുണ്ടാക്കാൻ, സാമുദായികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും മ്ലേച്ഛമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഖാസ. ആ ഖാസക്കെതിരെ മുഖ്യമന്ത്രി എന്തേ സംസാരിക്കാത്തത്? എന്തേ പറയാത്തത്? പറയാനാവില്ല. അത് മുഖ്യമന്ത്രിയുടെ പ്രശ്നമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അത് മുഖ്യമന്ത്രിയുടെ പ്രശ്നമാണ്. മുഖ്യമന്ത്രിക്ക് അങ്ങനെ ചിലരെ കുറിച്ചൊന്നും പറയാനാവില്ല. ചില കാര്യങ്ങൾ പറയാനാവില്ല. പറയുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതിന്റെ വിവരം നിങ്ങൾക്കറിയുമോ? മെനഞ്ഞാന്നത്തെ വാർത്തയാണ്. എന്താ വാർത്ത? നമ്മൾ വലിയ കൊട്ടിക്കൊട്ടിച്ചില്ലേ? SFIO ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ. എന്ന മെനഞ്ഞാന്നത്തെ വാർത്ത എന്താണെന്നറിയോ? കോടതിയില്, എന്ന് വെച്ചാൽ SFIOയുടെ കോടതിയില്, വിചാരണ കോടതിയില് ED പോയി ചോദിച്ചു, അതിന്റെ മൊഴിക്ക് പകർപ്പ് ഞങ്ങൾക്ക് വേണം. SFIO പറഞ്ഞു 54 ബുക്ക്ലെറ്റുകൾ ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. 54 ബുക്ക്ലെറ്റ് ഉണ്ട്. അതിന്റെ ഫോട്ടോ കോപ്പി എടുത്തു തരാനുള്ള പ്രാഥമിക സൗകര്യം ഞങ്ങളുടെ കയ്യിലില്ല. ആരുടെ കയ്യില്? SFIOയുടെ കയ്യിലില്ല. ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുള്ള മെഷീന്റെ പരമാവധി വില 10,000-ന്റെ ചുവട്ടിലാണ്. 10,000-കണക്കിന് കോപ്പി എടുക്കാം. ഒരു 7,000-8,000 രൂപയുള്ള ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉണ്ടെങ്കിൽ ED വിചാരണ കോടതിയിൽ രണ്ടാമത് പറയാണ്, നിങ്ങളുടെ കയ്യിൽ മെഷീൻ ഇല്ലേ? വേണ്ട, ഞങ്ങൾ മെഷീനുമായി നിങ്ങളുടെ ഓഫീസിൽ വരാം, എന്നിട്ടോ ഞങ്ങൾ ഫോട്ടോ കോപ്പി എടുത്തോളാം. മെനഞ്ഞാന്ന് വിചാരണ കോടതി പറഞ്ഞു അതിനും SFIO സമ്മതിക്കില്ല. കാര്യമെന്ത്? ഇത് കച്ചവടമായി കഴിഞ്ഞു. ഈ കച്ചവടം SFIO നേരിട്ട് നടത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി. അതിൽ ഇനി പുതിയ ആളുകൾ ഇടപെടേണ്ട എന്നാണ്. എങ്ങനെയാ മുഖ്യമന്ത്രി RSS സംസാരിക്കുക? കേരളത്തിലെ പോലീസിനകത്ത് RSSന്റെ ശാഖ,
2 ദിവസം മുമ്പ് വാർത്ത വന്നത് RSSന്റെ ജയിൽ ഉദ്യോഗസ്ഥന്മാർ അവർ വട്ടം ചേർന്നിരുന്നു ഫോട്ടോ പ്രചരിപ്പിച്ചു. പത്രക്കാരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞത് നടപടിയെടുത്തു. എന്ത് നടപടി? സ്ഥലം മാറ്റമാണോ നടപടി? കേരളത്തിൽ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയുടെ താഴെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് RSS, അതും പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് RSSന്റെ ശാഖ പ്രവർത്തിക്കുന്നു എന്നത് ഒരു ആരോപണമാണോ? അല്ലല്ലോ. സ്ഥലം മാറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുറ്റകൃത്യം നടന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെയല്ലേ ചെയ്യുന്നത്? മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് വയനാട്ടുകാരനായ എന്നാൽ കോട്ടക്കൽ സ്വദേശിയായ അഷ്റഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മാനസിക രോഗിയാണ്, മാനസിക വിഭ്രാന്തിയുണ്ട്, പുൽപ്പള്ളിയിലാണ്. ആ അഷ്റഫ് അതിമാരകമാം വിധത്തിൽ കൊല്ലപ്പെട്ടു മംഗലാപുരത്ത് വെച്ച്. അഷ്റഫ് ഒരു മാനസിക രോഗിയാണ്. ആൾക്കൂട്ട കൊലപാതകം, ബജ്റംഗ് പ്രവർത്തകന്മാർ. മധു കൊല്ലപ്പെട്ടത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഞാനന്ന് നിയമസഭയുടെ അകത്തുണ്ട്. മധു കൊല്ലപ്പെടുമ്പോ മധുവിന്റെ ഒരു നിസ്സഹായമായ നിൽപ്പുണ്ട്. മധു മാനസിക രോഗിയായിരുന്നു, മധുവിന് വിശക്കനുണ്ടായിരുന്നു, എന്തോ തിന്നാനെടുത്തതാണ്. ഹൃദയമില്ലാത്ത കുറെ പേർ ചേർന്ന് ആ ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞു. ആ കേസ് ഗവൺമെന്റ് അട്ടിമറിച്ചു, അത് വേറെ കാര്യം. അന്ന് നമ്മളൊക്കെ സങ്കടപ്പെട്ടില്ലേ? അതല്ലേ ഈ അഷ്റഫ്? കേരളത്തിന്റെ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത്, കോട്ടക്കൽക്കാരനായ അഷ്റഫ് കൊല്ലപ്പെട്ടപ്പോ ഒരു വാക്ക് പറഞ്ഞോ? ഞാൻ ഈ പ്രസംഗിക്കുന്നത് വരെ കർണാടക മുഖ്യമന്ത്രിയെ വിളിച്ചോ? എന്താ കാര്യം? പറയാനാവില്ല. കൊന്നത് RSS ആണ്, കൊന്നത് സംഘ് പരിവാറാണ്, കൊന്നത് ബജ്റംഗ് ദളാണ്. നിങ്ങൾക്ക് മിണ്ടാനാവില്ല. മുസ്ലിങ്ങൾക്കെതിരെ കുരച്ചത് PC ജോർജ് കോട്ടയത്ത് വച്ചാണ്. മുസ്ലിങ്ങൾക്കെതിരെ ഏറ്റവും വംശീയമായ ആരോപണം വെള്ളാപ്പള്ളി ഉന്നയിച്ചത് നിലമ്പൂർ വെച്ചാണ്. പക്ഷേ മലപ്പുറത്തെ മുസ്ലിങ്ങൾക്കെതിരായി കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസാരിച്ചത് ഡൽഹിയിൽ വെച്ചാണ്. അപ്പൊ എങ്ങനെ വെള്ളാപ്പള്ളി കുറ്റക്കാരനാവുക? PC ജോർജ് കുറ്റക്കാരനാവുക? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ചല്ലേ പറഞ്ഞത്? സ്വന്തം ഓഫീസിനകത്ത് നടന്ന അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കരൻ നടത്തിയ സ്വർണ്ണക്കടത്ത് അയാൾക്ക് വിഷയമല്ല. അത് പറഞ്ഞില്ല ഡൽഹിയിൽ വെച്ച്. കേരളത്തിലെ RSSുകാർ BJPക്കാർ നടത്തിയ കൊടകര ഹവാല അദ്ദേഹത്തിന് വിഷയമല്ല. കരിപ്പൂർ എയർപോർട്ടിൽ നടക്കുന്ന സ്വർണ്ണക്കടത്ത് മാത്രം, അവിടെ നടക്കുന്ന ഹവാല മാത്രം, അത് കുറ്റകൃത്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും അപകടം പിടിച്ച എയർപോർട്ടാണ് കരിപ്പൂർ എന്ന് ഡൽഹിയിൽ പോയി സ്ഥാപിച്ചത് ഈ മുഖ്യമന്ത്രിയല്ലേ? പിന്നെ PC ജോർജ് പറയൂലേ? പിന്നെ വെള്ളാപ്പള്ളി പറയൂലേ? നിങ്ങളാണ് നിങ്ങളുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ വഴിമരുന്നിട്ട് കൊടുക്കുന്നത്. നിങ്ങളാവില്ല. നിങ്ങളുടെ ഈ BJP വിധേയത്വം ഓർത്തു നോക്കൂ. നിങ്ങൾ മിനഞ്ഞാന്ന് നമ്മളൊക്കെ കണ്ടില്ലേ വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടനത്തിന്റെ വേദി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അവിടെ വാസവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പോർട്ടിന്റെ രാജശില്പി ആര്? സഖാവ് പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇയാൾ എപ്പോഴാ രാജശില്പിയായത്? എന്നിട്ട് മുഖ്യമന്ത്രിയുടെ രണ്ടാമത്തെ പ്രസംഗം, ഈ പോർട്ട് ആരംഭിക്കുന്നത് 1996 LDF സർക്കാർ ആണ്. സഖാവ് പിണറായി വിജയൻ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കേരളത്തില് ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഊതി വീർപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം കേരളത്തിലെ ഒരു സാധാ മുഖ്യമന്ത്രിയാണ്, ശരിയാണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഉണ്ടാക്കി എന്ന് പറയുന്ന വിപ്ലവങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒന്ന് കാണിച്ചേ. ഇവിടുത്തെ സമൂഹത്തിന്റെ പുരോഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പങ്കില്ല, നമുക്കറിയാം. അതിൽ NSSനുണ്ട്, SNDPക്കുണ്ട്, മറ്റ് സാമുദായിക സംഘടനകൾക്കൊക്കെ ഉണ്ട്. നിങ്ങൾ കൈകാര്യം ചെയ്ത ഒരേ ഒരു വിഭാഗം നേരത്തെ ബഷീർ സാഹിബ് പറഞ്ഞ ഇവിടുത്തെ ദളിതുകളാണ്, ആദിവാസികളാണ്. അവരുടെ അവസ്ഥ എന്താണെന്നറിയാലോ. എന്നാൽ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി എന്ന് അടയാളപ്പെടുത്തുന്നിടത്ത് നിങ്ങൾക്ക് കരുണാകരനെ മറക്കാനാവില്ല. 1993 കരുണാകരന്റെ മന്ത്രിസഭയുടെ സമയത്ത് MM ഹസൻ കേരള നിയമസഭയിൽ ചോദിച്ച ചോദ്യം ഷാജി ഇവിടുന്ന് പ്രസംഗിക്കണതല്ല, നിയമസഭാ രേഖയിലുണ്ട്. അന്ന് പോർട്ട് മന്ത്രി MV രാഘവനാണ്. MV രാഘവന്റെ മറുപടി എന്താണെന്നറിയോ? വിഴിഞ്ഞം പദ്ധതി പരിഗണനയിലാണ്. സഖാവ് പിണറായി വിജയൻ നിയമസഭയിൽ MLA ആണ്. വീണ്ടും ചോദ്യം, ഇതിൽ പ്രൈവറ്റ് സെക്ടർ ഉണ്ടാകുമോ? MVRന്റെ മറുപടി ഉണ്ടാകുമെന്നാണ്. 1993 ആ പരിപാടികൾ അങ്ങനെ നടന്നു. നേരത്തെ ആര് സൂചിപ്പിച്ചു? 2011 ഉമ്മൻചാണ്ടി സാറിന്റെ മന്ത്രിസഭ അധികാരത്തിലേൽക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോർട്ടിന്റെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ അഴീക്കോട് MLA ആയിരുന്ന ആളാണ്, എനിക്കറിയാം. അഴീക്കോട് പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു പോർട്ട് വരുമ്പോ അതിന്റെ ഏറ്റവും വലിയ എൻവയോൺമെന്റൽ ഇഷ്യൂ എന്താണെന്നറിയോ?
മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് എന്തിന് ഒരു ബ്രേക്ക് വാട്ടർ ഉണ്ടാക്കണമെങ്കിൽ പ്രശ്നമാണ്. പിന്നല്ലേ പോർട്ട്, ഒരു ബ്രേക്ക് വാട്ടർ ഉണ്ടാക്കണമെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെ ആ പോർട്ട് വരുമ്പോ 4000 പേജുള്ള ഒരു എൻവയോൺമെന്റൽ സ്റ്റഡി നടത്തി ഉമ്മൻചാണ്ടി സാറ്. ആ ഗവൺമെന്റ് കേന്ദ്രത്തിൽ അയച്ചു. ജയറാം രമേശ് മടക്കി. അദ്ദേഹം ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പാരിസ്ഥിതിക താല്പര്യങ്ങളുള്ള ഒരു മനുഷ്യനാണ് ജയറാം രമേശ്. അദ്ദേഹം മടക്കി. എന്നാൽ ഉമ്മൻചാണ്ടി മടക്കിയില്ല. ഉമ്മൻചാണ്ടി ജയറാം രമേശിനെ ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കേന്ദ്ര പരിസ്ഥിതിയുടെ വകുപ്പിന്റെ അംഗീകാരം വാങ്ങി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അതിന്റെ തറക്കല്ലിടൽ കർമ്മം കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇപ്പൊ നിങ്ങളാണ് രാജശില്പി എന്ന് ശിങ്കിടികളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ടല്ലോ. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 6000 കോടിയുടെ അഴിമതി ഉമ്മൻചാണ്ടി സാറിനെതിരെ ഉന്നയിക്കാൻ കാരണം ഈ പോർട്ടല്ലേ? മെനഞ്ഞാന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? 5700 ചില്ലാനം കോടി ചെലവഴിച്ചു. അപ്പൊ 6000, അപ്പൊ ഈ 6000 തന്നെയല്ലേ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞിരുന്നത്? അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? ഇനി ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇത് ഇങ്ങനെ ഒരു പോർട്ട് കൊണ്ടുവരുമ്പോൾ അദാനിയാണ് അതിലേക്ക് വരുന്നത്. കാരണം 3 പേർ ടെൻഡർ കൊടുത്തു. ആദ്യം 8 ലക്ഷം രൂപ പേ ചെയ്തിട്ടാണ് 3 പേര് ടെൻഡർ കൊടുത്തത്. പക്ഷെ അവർ ടെൻഡർ വിളിക്കാൻ പോലും വന്നില്ല. അവസാനം അദാനിയെ നമ്മൾ അപ്രോച്ച് ചെയ്തു ഉമ്മൻചാണ്ടി സാറ്. എന്നിട്ട് അദാനി വന്നു. ഇതാണല്ലോ വസ്തുത. ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ പോർട്ട് കാണാൻ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് മുഖ്യമന്ത്രിയും ഭാര്യയും മകളും പേരക്കുട്ടിയും ഒക്കെ പോയിട്ട് അവിടെ കാണിക്കുന്ന പരാക്രമം നിങ്ങൾ കണ്ടല്ലോ. IAS ഓഫീസർമാരൊക്കെ ഈ പേരക്കുട്ടിയെ പോലും ആദരിച്ച് ബഹുമാനിച്ച് കൊണ്ടു നടക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിന്റെ തറവാട്ട് കുടുംബത്തിൽ പോയതൊന്നുമല്ല. ഈ രാജ്യത്തിന്റെ ഒരു പൊതുസ്വത്തിൽ വളരെ ഒഫീഷ്യലായി പോകുന്ന ഒരു യാത്രയിൽ എന്തിനാണ് ഈ മക്കളെയും പേരക്കുട്ടികളെയും കൊണ്ടുപോകുന്നത് എന്ന് കേരളത്തിലെ ഒരു പൊതുസമൂഹം ചോദിച്ചപ്പോ ഉടനെ തന്നെ അന്തം കമ്മികളായ സഖാക്കൾ ഇറങ്ങി. ഞാൻ എപ്പോഴും നേതാക്കന്മാരോടൊക്കെ പറയാറുണ്ട്, ഇപ്പൊ നമ്മളൊക്കെ അണികളാണ്. ആരുടെ അണികള്? ബഷീർ സാഹിബൊക്കെ ഉള്ള വലിയ പാർട്ടിയുടെ നേതാക്കന്മാരുടെ അണികളായി നിൽക്കുന്നവരാണ് നമ്മൾ. പക്ഷെ അണികൾ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നുമല്ല അണികൾ. യഥാർത്ഥ അണികൾ CPM അണികളാണ്. കാരണം ഇപ്പൊ പകലാന്ന് പറഞ്ഞാൽ ഒരു സിന്ദാബാദ് വിളിക്കും. ഇതുപോലെ അന്തം കമ്മികളായിട്ടുള്ള ഒരു അണികളെ CPM-നല്ലാതെ ലോകത്തിലൊരു പാർട്ടിക്ക് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ അന്തം കമ്മികള് ഈ എന്തിനാണ് പിണറായി വിജയൻ പേരക്കുട്ടിനെയും കൂട്ടിയിട്ട് ഈ പോർട്ട് കാണാൻ പോയത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ക്യാപ്സ്യൂള്. എന്താ ക്യാപ്സ്യൂൾ എന്നറിയോ? AK ആന്റണി കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്നത്തെ INS വിക്രാന്തിന്റെ വിമാനവാഹിനി കപ്പൽ നീറ്റിലിറക്കിയത് ഭാര്യ എലിസബത്ത് ആണ്. പിന്നെന്താ പിണറായി വിജയനെ മോളെയും പേരക്കുട്ടിനെയും കൂട്ടി പോയാലെന്നാണ്. എന്റെ സഖാക്കളെ, ഈ രാജ്യത്തൊരു മാരിടൈൻ ആചാരമുണ്ട്. ഈ മാരിടൈൻ ആചാരം എന്താ പറയുക? ഇനിയിപ്പോ നിങ്ങൾ വെറുതെ സങ്കല്പിച്ച് നോക്ക്, നടക്കുന്ന കാര്യമല്ല. ഇന്ത്യ മഹാരാജ്യം CPM ഭരിക്കാന്ന് കൂട്ടുക. അതിന്റെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയൊക്കെ ആയിട്ട് പിണറായി വിജയന്റെ മരുമോൻ റിയാസ് ആയിന്നും കൂട്ടുക. എന്നാലും ഇതുപോലൊരു കപ്പല് നീട്ടിലിറക്കണമെങ്കിൽ റിയാസിന് പറ്റൂല, വീണക്കേ പറ്റൂ. എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ അത് ചെയ്യുക. അല്ല, അതൊരു മാരിടൈൻ ആചാരാണ്. ഈ ആചാരം വെച്ചിട്ടാണ് നിങ്ങൾ അതിനെ ന്യായീകരിക്കാൻ വന്നത്. ഞാൻ പറയുന്ന കാര്യം അതല്ല. പറയുന്ന കാര്യം ഇത് നിങ്ങളുടേതാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടല്ലോ. അവിടെ പ്രസംഗിച്ച വാസവൻ പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു ചെലവ് കേരളത്തിൻ്റെതാണ്. ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് CPM-ന്റെ പാർട്ടി സെക്രട്ടറി പത്രക്കാരോട് പറഞ്ഞു, 1 കട്ടൻ ഉറുപ്പിക കേന്ദ്രം തന്നിട്ടില്ല. എങ്കിലൊരു ചോദ്യമുണ്ട്, പിന്നെ എന്തിനാണ് ഈ നരേന്ദ്രമോദിയെ നിങ്ങൾ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഈ പോർട്ടിന്റെ ഉദ്ഘാടനം നടത്തിയത്? പണി പൂർത്തീകരിക്കാത്ത ഈ പോർട്ടിന്റെ ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദിയെ കൊണ്ടുവരേണ്ട പ്രോട്ടോകോൾ ഒന്ന് പറഞ്ഞേ നിങ്ങൾ. ഞാൻ സഖാക്കളെ വെല്ലുവിളിക്കുകയാണ്. ഒരു പോർട്ടിന്റെ ഉദ്ഘാടനത്തിന് നിർബന്ധമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വേണമെന്ന നിയമമുണ്ടോ? ഇല്ലല്ലോ. പണം മുടക്കുന്നത് കേരളം, പദ്ധതി കേരളത്തിൻ്റെത്. സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കേണ്ടത് പാരിസ്ഥിതിക അനുമതി. ആ അനുമതി കൊടുത്തതാവട്ടെ UPA ഗവൺമെന്റ് ആണല്ലോ. പിന്നെ എന്തേ നരേന്ദ്രമോദിക്ക് അവിടെ റോള്? ആര് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദിയെ നിങ്ങൾ കൊണ്ടുവന്നത്? ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇതെങ്ങാനും മമതാ ബാനർജി പശ്ചിമ ബംഗാളിലാണെന്ന് വെക്കുക, അതിന്റെ 7 അയലത്തേക്ക് ഒരു കേന്ദ്രമന്ത്രിയെ അവരടുപ്പിക്കുമോ? പിണറായി വിജയ? ഇനി അത് വേണ്ട, തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ആണെന്ന് വെക്കുക,
തൂത്തുക്കുടിയിലെ പോർട്ടിന്റെ ഉദ്ഘാടനമാണെന്ന് വെക്കുക. സ്റ്റാലിൻ കൊണ്ടുവരുമോ? തമിഴ്നാട് ഗവൺമെന്റ് പണം മുടക്കി ഉണ്ടാക്കുന്ന ഒരു പോർട്ടിന്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ വിളിച്ചു കൊണ്ടുവരുമോ? ഇനി കൊണ്ടുവന്നാൽ ദയാനിധി സ്റ്റാലിൻ എന്ന് പറയുന്ന സ്റ്റാലിന്റെ മകൻ താഴെ ഇരുന്നിട്ട് ഇങ്ങനെ കരയോ? കണ്ടില്ലേ അവിടെ BJP അധ്യക്ഷൻ? ആരാ വിളിച്ചത്? ആരാ ചോദിച്ചത്? ആരാ പറഞ്ഞു തട്ട്? റിയാസ് മോങ്ങിയ പോലെ താഴെ കിടന്ന് മോങ്ങാൻ അയാളുടെ മകനെ കിട്ടുമോ? മരുമനെ കിട്ടുമോ? ഞാൻ ചോദിക്കുന്നത് മുകളിൽ എങ്ങനെയാണ് BJPയുടെ പ്രസിഡന്റ് വന്നത് എന്നല്ല, പ്രധാനമന്ത്രി എങ്ങനെയാ വന്നതിന് ആദ്യം ഉത്തരം പറയും. നിങ്ങൾ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നു അല്ലേ? നിങ്ങൾ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് പ്രധാനമന്ത്രി വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ലക്ഷ്യമാക്കിയ ഏറ്റവും ഗംഭീരമായ പ്രസംഗം നടത്തി. എന്നാൽ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ പറയട്ടെ, രാജീവ് ചന്ദ്രശേഖറിനെ ആ വേദിയിലേക്ക് വിളിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു ന്യായമുണ്ട്. എന്താ ന്യായം എന്ന് അറിയോ? മുഖ്യമന്ത്രി പറഞ്ഞത്, ഞങ്ങൾ കേന്ദ്രത്തിന് അയച്ച ലിസ്റ്റിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് അവർ ചേർത്തതാണ്. ഇത് ശുദ്ധമായ കളവാണ്. അത് ഞാൻ പിന്നെ പറയാം. എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ, കേന്ദ്രം രാജീവ് ശങ്കറിന്റെ പേര് ചേർത്ത് ഇങ്ങോട്ടൊരു കത്തയച്ചു. ഉടൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറയാം, ആയിക്കോട്ടെ, രാജീവ് ചന്ദ്രശേഖർ വരട്ടെ, KPCCയുടെ പ്രസിഡന്റിനെ ക്ഷണിക്കാം, CPMന്റെ സംസ്ഥാന സെക്രട്ടറിയെ ക്ഷണിക്കാം എന്നൊരു കത്ത് അങ്ങോട്ട് കൊടുത്തൂടെ? അതല്ലാതെ അടിയൻ എന്ന് പറഞ്ഞ കത്തേറ്റ് വാങ്ങേണ്ട കാര്യമുണ്ടോ? മറിച്ചൊരു കത്ത് നിങ്ങൾ എഴുതിയോ പ്രധാനമന്ത്രിക്ക്, പ്രോട്ടോകോൾ ഓഫീസർക്ക് ഇങ്ങനെ ഒരാളെ ചേർത്തുകൂടെ എന്ന്? നിങ്ങൾ ചെയ്തില്ലല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ, വാസവൻ നടത്തിയ പത്രസമ്മേളനം എന്റെ കയ്യിലുണ്ട്. എന്താ വാസവൻ പറഞ്ഞത്? ഈ പരിപാടി നടക്കുന്നതിന് മുമ്പ് വാസവനോട് പത്രക്കാർ ചോദിച്ചു, പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുമോ? വാസവൻ ഓരോരുത്തരുടെ പേര് എണ്ണി പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ പേര് പറഞ്ഞു, എന്നിട്ടോ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ഈ പേര് ഞങ്ങൾ കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് നിങ്ങൾ കേന്ദ്രത്തിന് കൊടുത്തതാണ് വാസവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ രാജീവ് ചന്ദ്രശേഖർ അവിടെ വന്നത് എന്ന് ചോദിക്കുക? പിന്നെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം BJPക്ക് പറ്റിയൊരു ഒരു പ്രസിഡന്റ് ആയതുകൊണ്ട് കുറെ കാലമായിട്ട് ഭീമൻ രഘുവിനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേരളം. ഇന്നലെ വേറൊരു ഭീമൻ രഘുവിനെ സ്റ്റേജ് കണ്ടു എന്നുള്ള ഫീൽ അല്ലാതെ രാജീവ് ചന്ദ്രശേഖർ അവിടെ വന്ന് പരിഹാസ്യനായെങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഒരു ഭരണഘടനാ പദവിയില്ലാത്ത ഒരാളെ അവിടെ വിളിക്കാൻ നിങ്ങൾ ലിസ്റ്റ് കൊടുക്കുക? BJPയുമായുള്ള നിങ്ങളുടെ വിധേയത്വത്തിന്റെ ആഴം അവിടെ മനസ്സിലാവും. രണ്ടാമത് മോദി പറഞ്ഞൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? പാർട്ട്ണർ. വാസവന്റെ പ്രസംഗത്തെ കോട്ടിയാണ്. പാർട്ട്ണർ കേട്ടില്ലേ നിങ്ങൾ? ഇവിടെ അദാനിയുമായി പാർട്ട്ണറാണ്. ആരാ പറയണത്? ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് അദാനിയുമായി പാർട്ട്ണറാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് ചിലരുടെ ഉറക്കം കെടുത്തും. ആരുടെ ഉറക്കമാണ് പ്രധാനമന്ത്രി കെടാൻ പോണത്? കേരളത്തിലെ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകളുടെ ഉറക്കം. അദാനിയുമായി പാർട്ട്ണർഷിപ്പുള്ള, BJPയുമായി പാർട്ട്ണർഷിപ്പുള്ള ഒരു CPMനെ നെഞ്ചകത്ത് ചുവപ്പ് കുത്തി നടക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരന് സ്വീകരിക്കാൻ കഴിയോ? അവന്റെ ഉറക്ക് പോകുമെന്നതിന്റെ തെളിവെന്താണെന്നറിയോ? അന്ന് രാത്രി ഉറക്ക് കളഞ്ഞ് തോമസ് ഐസക് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു ലേഖനം പിറ്റേന്ന് എഴുതി. അന്ന് രാത്രിയിൽ തോമസ് ഐസക് ഉറങ്ങിയില്ല. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി എന്താണ് പാർട്ട്ണർ എന്ന് വിശദീകരിച്ചുകൊണ്ട് തോമസ് ഐസക് ഒരു വലിയ ലേഖനം എഴുതി. ഇനി രാഹുൽ ഗാന്ധിയുടെ ഉറക്കം കെടുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ കൂട്ടുകെട്ടിൽ രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല, രാജ്യത്തെ സ്നേഹിക്കുന്നവരുടെ മുഴുവൻ ഉറക്കം കെടും. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJPയുമായി ഏറ്റവും അവിശുദ്ധമായ ബാന്ധവം ഉണ്ടാക്കാൻ പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി പറയാ എന്ത്? ഞങ്ങൾ പാർട്ട്ണറാണെന്ന്. ഞാനിവിടുത്തെ CPMകാരോട് പറയട്ടെ, നിങ്ങളുടെ നേതാക്കന്മാരുടെ സ്ഥിതിയായി പറയണത്, നിങ്ങൾ പറ്റുമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ആ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഒന്ന് ചെറുത് ആരും കാണാതെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പേഴ്സിലോ വീട്ടിലാരും കാണാത്തോടത്തോ വെക്കണം. എന്നിട്ട് എല്ലാവരും ഉറങ്ങി എന്ന് ഉറപ്പുണ്ടെങ്കിൽ അയാൾക്കൊരു റെഡ് സല്യൂട്ട് അടിച്ചു കൊടുക്കണം. നമ്മളെ ശ്രീനിവാസന് ഗൾഫിൽ പോയിട്ട് കണ്ണാടിൻ്റെ മുമ്പിൽ സിന്ദാബാദ് വിളിക്കണ കേട്ടില്ലെങ്കിൽ അതുപോലെ റിലയൻസിന്റെ മുതലാളിയുടെ കല്യാണം നടക്കുകയാണ്. പങ്കെടുക്കാത്തവരാരാ ഉണ്ടായിരുന്നത്? എല്ലാവരും പങ്കെടുത്തു. ലോകത്തിലെ സകലമാന മുതലാളിമാരും പങ്കെടുത്തു. സുക്കർബർഗ് ഉണ്ടായിരുന്നു, ഇലോൺ മസ്ക് ഉണ്ടായിരുന്നു, ബിൽ ഗേറ്റ്സ് ഉണ്ടായിരുന്നു, നാട്ടിലെ ഉള്ള സാധാരണ എല്ലാ പണക്കാരും എല്ലാവരും. കല്യാണം ഇങ്ങനെ പൊടിപിടിക്കുമ്പോൾ സുക്കർബർഗ് വന്ന് ഇലോൺ മസ്ക് വന്ന് ആ കല്യാണം ഇങ്ങനെ പൊടിപിടിക്കുമ്പോൾ ഡൽഹിയിലെ ഒരു പിസ ഹോട്ടലിനകത്തിരുന്ന് ഒരു പിസയും കാപ്പിയും കഴിക്കുന്ന രാഹുൽ ഗാന്ധിയല്ലേ? ചെരുപ്പ് കടിയ വെള്ളം കുടിക്കണമെന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷെ ഒന്ന് ബഹുമാനിച്ചേക്ക് നിങ്ങൾ.
ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഏത് വലിയ പതനത്തിലാണ് എത്തി നിൽക്കുന്നത് എന്നറിയുമ്പോഴാണ് നിങ്ങളുടെ എത്ര മേൽമുകളിലേക്കാണ് ഈ രാജ്യം നടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക, നിങ്ങൾക്ക് തിരിച്ചറിയുക. RSSന്റെ മുമ്പിൽ കുനിഞ്ഞ് നട്ടല്ലൊടിഞ്ഞു പോയ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിനുള്ളത്. ആ മുഖ്യമന്ത്രിന്റെ ഫോട്ടോ നിങ്ങൾ ഫ്ലക്സ് ആക്കി വെച്ചാലൊന്നും തീരുന്നതല്ല. ഇപ്പൊ എന്താ 9ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് 500 ഹോർഡിങ്ങുകൾ 15 കോടി രൂപ ചെലവാക്കിയിട്ട് കേരളത്തിന്റെ എല്ലായിടത്തും വെച്ചു എന്നാണ് കണക്ക്. അല്ലെങ്കിൽ തന്നെ മനുഷ്യന് മനസ്സമാധാനമില്ല. ഇച്ചങ്ങായിന്റെ മോന്തയും കൂടി നാട്ടുകാരെ കാട്ടിയിട്ട് എന്തിനാണ് ആളുകളുടെ മനസ്സമാധാനം നിങ്ങൾ കെടുത്തുന്നത്? ഭരിച്ചോ ഇല്ലാതാക്കിയിരിക്കുകയാണ്. 15 കോടി രൂപ ചെലവാക്കി 100 കോടിയോളം ചെലവാണ് നിങ്ങളുടെ ഈ 9ാം വാർഷികത്തിന്. ആശാ വർക്കർമാർക്ക് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ? ഇല്ല. സ്കൂളിലെ കഞ്ഞിക്ക് പൈസ കൊടുക്കാനുണ്ടോ? ഇല്ല. അംഗൻവാടിയിലെ ടീച്ചർമാർക്ക് പൈസ കൂട്ടി കൊടുക്കാനുണ്ടോ? ഇല്ല. കർഷകർ സംഭരിച്ച നെല്ലിന്റെ പൈസ കൊടുക്കാൻ കയ്യിലുണ്ടോ? ഇല്ല. ക്ഷേമനിധിയുടെ പെൻഷൻ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ? ഇല്ല. സാമൂഹിക പെൻഷൻ ഇത്തിരി കൂട്ടാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല. ആശുപത്രിയിലെ ജീവൻ രക്ഷാ മരുന്ന് വാങ്ങി കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ? ഇല്ല. ജബ്ബാർ രാജാക്കന്റെ ഡയാലിസിസ് പേഷ്യന്റിന് കൊടുക്കുന്ന സർക്കാരിന്റെ പൈസ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല. നിങ്ങളുടെ കയ്യിലുള്ള പൈസ എന്തിനാണ്? മുഖ്യമന്ത്രിയുടെ ഫ്ലക്സ് വെക്കാൻ, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നീന്തൽക്കുളം ഉണ്ടാക്കാൻ, പേരക്കുട്ടിയെയും കൂട്ടി ടൂറ് പോകാൻ, അല്ലേ? മഹാരാജാവിനെ രാജ്യം മുഴുവൻ എഴുന്നള്ളിക്കാനുള്ള കോടിക്കണക്കിന് രൂപ. ഇതല്ലേ നിങ്ങൾ എന്താ ആഘോഷം നടത്തുന്നത്? എല്ലാ ജില്ലയിലും വന്നിട്ട് ഞാൻ ചോദിക്കട്ടെ സഖാക്കളെ, ആലിബാബയും 41 കള്ളന്മാരെന്ന് പറഞ്ഞ പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും 20 കള്ളന്മാരും കൂടെ ഒരു ബസ് കയറിയിട്ട് ഈ നാട് മുഴുവൻ കറങ്ങിയിട്ട് ഒരു 2-3 മാസമല്ലേ ആവുന്നുള്ളൂ. അവരിവിടെ വന്നില്ലേ? നിങ്ങളെ ഈ മണ്ഡലത്തിൽ കൊണ്ടോട്ടി വന്നില്ലേ? 9ാമത്തെ വാർഷികമാകുമ്പോൾ നിങ്ങൾ പറയേണ്ടത് കൊണ്ടോട്ടി മണ്ഡലത്തിൽ നിന്ന് കൊണ്ടുപോയ അപേക്ഷയിൽ ഞങ്ങൾ ഇന്ന തീരുമാനമെടുത്തു എന്നാണ്. എന്തേ പറയാത്തത്? ഏത് ജാതി ബസ്സുമായിട്ടാണ് നിങ്ങൾ വന്നത്? എന്തെല്ലാം സൗകര്യമായിട്ടാണ് വന്നത്? നിങ്ങളെ മന്ത്രിമാർ ഓരോ നാട്ടിലെ ഭക്ഷണത്തെ കുറിച്ച് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റുകളൊന്നും എടുത്ത് വായിച്ചു നോക്ക്. എത്ര കശുവണ്ടി ആടിയോ നിങ്ങൾ അടിച്ചു മാറ്റിപ്പോയത്. പൊരിച്ച കശുവണ്ടി, നെയ്യിൽ പൊരിച്ച കശുവണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് എന്താ ഞങ്ങൾ ചെറിയാനിട്ട പോസ്റ്റ് ഉണ്ടല്ലോ. നെയ്യിൽ പൊരിച്ച കശുവണ്ടി കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം. നാട്ടുകാരെ കശുവണ്ടി നോക്കി പോയിട്ട് നിങ്ങൾ 5-6 മാസമായില്ലേ? എന്താ അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്? തിരിച്ചു കൊടുത്തത് എന്താ കൊടുത്തത്? എന്നിട്ടാണ് 9ാം വാർഷികം ആഘോഷിക്കാൻ ജനങ്ങളുടെ പൈസ എടുത്ത് നിങ്ങൾ പിന്നെയും വരുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, ഇന്നലെ ഈ മെനഞ്ഞാന്ന് ഈ കോഴിക്കോട് നിങ്ങൾ വാർഷികാഘോഷിക്കല്ലേ മെഡിക്കൽ കോളേജിൽ എത്ര പേരാ മരിച്ചുപോയത്? എത്ര പേരാണ്? ആ മെഡിക്കൽ കോളേജിലെ ICUവിൽ നിങ്ങളുടെ ഒരു മാത്രം നിങ്ങളുടെ ഒരു അറ്റൻഷൻ ഇല്ലാതെ മരിച്ചുപോയവർ. എന്നിട്ട് ആരോഗ്യമന്ത്രി വന്ന് വിടുവായത്വം പറഞ്ഞു പോയില്ലേ? അവിടെ വന്നു പോയില്ലേ? ഇവിടെ കേരളത്തിൽ ആലോചിക്കേണ്ടത് അവർ കൊല്ലപ്പെട്ടതാണ്. ആ മനുഷ്യർ കൊല്ലപ്പെട്ടതാണ്. നിങ്ങളുടെ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് കൊല്ലപ്പെട്ടു പോയവർ ഈ തൊട്ടടുത്ത്. ആ സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ വാർഷികം ആഘോഷിക്കുന്നത്. നിങ്ങൾ വളരെ കൃത്യമായി അവർക്കറിയാം ജനങ്ങൾക്കൊന്നും വേണ്ട, ജനങ്ങൾ ഇത് മൈൻഡ് ചെയ്യണില്ല. നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ദിവസം പോയിട്ട് നിങ്ങൾ ഡീസൽ അടിച്ച് വരണില്ലേ? പെട്രോൾ അടിച്ച് വരണില്ലേ? ഒരു തിരിച്ചു പോകുമ്പോ ഫേസ്ബുക്കിൽ നിങ്ങൾ ഒരു കുറിപ്പിട്ടോ ഇതെന്തൊരു വിലയാണ്. എന്നിട്ടിപ്പോ MA ബേബി അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ സ്ഥിരമായ പൊട്ടത്തിൽ അന്നലെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞെന്താണ്? ട്രംപ് ലോകത്തിന്റെ പ്രസിഡന്റ് ആവാൻ ശ്രമിക്കരുത്, ഞങ്ങൾ ട്രംപിനെ നിരീക്ഷിച്ചു വരികയാണ്. ട്രംപ് പേടിച്ചു പറിച്ചു എന്നാ കേട്ടത്. ട്രംപിനെ നിരീക്ഷിച്ചു വരികയാണ്. ആര്? MA ബേബി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ പിണറായി വിജയനെ പോലും നിരീക്ഷിക്കാൻ ആപതില്ലാത്തൊരു പാർട്ടിയാണ് ചങ്ങായി നിങ്ങളെ ഈ CPM എന്ന് പറയുന്ന തള്ളിനൊക്കെ ഒരു പരിധി വേണ്ടേ? നിരീക്ഷിച്ചു വരിക അത്രേ ട്രംപിനെ. ഇവിടെ ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ട്, നിരീക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ? അയാൾ എന്താ ചെയ്യുന്നത് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ? അയാൾക്കതൊരു കമന്റ് പറയുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. എന്നിട്ട് ട്രംപിനെ നിരീക്ഷിക്കാൻ പോവാണ് ഇയാൾ. എന്തൊരു രാഷ്ട്രീയ പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ ഈ ട്രംപ് ചെയ്തിട്ടുള്ള അബദ്ധങ്ങളുടെ ഒരു പേമാരി ഉണ്ട്. കാര്യം എന്താ അറിയോ? അയാളൊരു റൈറ്റ് പൊളിറ്റീഷ്യനാണ്. നിങ്ങളെ മോഡിനെ പോലെ ഇടതുപക്ഷം എന്ന കള്ളപ്പേരിൽ വലതുപക്ഷത്ത് നിൽക്കുന്ന പിണറായി വിജയനെ പോലെ ഇയാളും ഒരു റൈറ്റ് പൊളിറ്റീഷ്യനാണ്. അതിന്റെ ഫലം എന്താണെന്നറിയോ? അയാൾക്ക് ഭരിക്കാൻ അറിയൂല, വൈകാരികതയെ അറിയുള്ളൂ. അതിന്റെ ഫലമാണ് ഈ നികുതി. ഇപ്പോ ഇയാളുടെ പൊട്ടത്തരം തീരുമാനത്തിന്റെ ഫലമായി ലോകത്തുണ്ടായ ഏകമാറ്റം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിന്റെ വില ഇടിഞ്ഞു എന്നതാണ്. ദുബായിൽ പെട്രോളിന്റെ വില കുറഞ്ഞു. ഇവിടെ പ്രവാസികളില്ലേ, ഒരാഴ്ച മുമ്പ് ദുബായിലെ പെട്രോളിന്റെ വില കുറച്ചു. ഇനി അടുത്ത ആഴ്ചയിൽ ദുബായിൽ വീണ്ടും 2.5 ദിർഹം കുറയുമെന്ന് വാർത്ത വരുന്നു. ക്രൂഡ് ഓയിലിന്റെ വില ഇടിഞ്ഞു. കേരളത്തിൽ വില കുറഞ്ഞോ? ഇന്ത്യയിൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞോ? ആർക്കെങ്കിലും പരാതി ഉണ്ടോ? സാധനങ്ങളുടെ വില എങ്ങനെയാ വർദ്ധിക്കണേ? പരാതി ഉണ്ടോ? ഒന്നുമില്ല.
ഇതൊരു തരം മരവിപ്പ് പോലെ ജനങ്ങൾ ഇങ്ങനെ സഹിക്കുകയാണ്. സർക്കാരിനറിയാം, തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വന്ന് നമ്പർ ഇറക്കിയാൽ മതി, അതെന്തെങ്കിലുമൊക്കെ സെന്റിമെന്റ്സ് ഇറക്കിയാൽ മതി, ഏതെങ്കിലും ഒരു പ്ലാവില കാണിക്കുമ്പോഴേക്കും പറകിൽ പോകുന്ന ആടുകളെ പോലെ നടക്കാൻ പലരുമുണ്ട്. അവരുടെ വിശ്വാസവും ധൈര്യവും അതാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏതു തരത്തിലുള്ള വർഗീയത പ്രചരിപ്പിച്ച് ആളുകളെ ധ്രുവീകരിക്കാൻ വന്നാലും കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. 5 ദിവസമായി നിങ്ങൾ വിവിധ ക്ലാസ്സുകളിൽ ഇരിക്കുകയാണ്. നിങ്ങൾ ഈ അപകടത്തെ തിരിച്ചറിയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരപകടവും ഇല്ല, നമ്മൾ അതിനെ അതിജയിച്ചു വരികയാണ്. വ്യക്തതയുള്ള ഒരു രാഷ്ട്രീയം ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. അവ്യക്തതയൊന്നുമില്ല. അവ്യക്തത CPM-നാണ്. ഇവിടുത്തെ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടപ്പോ അവരെ നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഇന്ത്യയിലെ മതേതര സമൂഹം നിന്നിട്ടുണ്ട്. രാഹുൽ നിന്നിട്ടുണ്ട്. ഇതാ ബഷീർ സാഹിബ് ഇവിടെ പാർലമെന്റില് വഖഫിന്റെ ബില്ല് വരുമ്പോ BJP-യുടെ സ്വപ്നങ്ങളെ തകർത്ത് വോട്ടുകൾ അധികരിച്ചില്ലേ പ്രതിപക്ഷത്തിന്റെ പെട്ടിയില്? ചെറിയ കാര്യമാണോ? നമ്മൾ ഒറ്റപ്പെട്ടു പോയോ? നമ്മളെ ഒറ്റപ്പെടുത്താൻ സമ്മതിച്ചോ ഇന്ത്യ? ഇല്ല. വലിയ പ്രതീക്ഷയിലേക്ക് ഇന്ത്യ വരുന്നുണ്ട്. അതിലെ ഏറ്റവും വലിയ പ്രതീക്ഷ ജാതി സെൻസസ് ആണ്. ഞാന് മെനഞ്ഞാന്ന് രാഹുൽ ഗാന്ധിയുടെ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ പാർലമെന്റിലെ പ്രസംഗം പിന്നെയും ഞാൻ കേട്ടു. നിങ്ങൾ കേൾക്കണം. കൃത്യതയോടെ പറയുന്നുണ്ട് എന്തിനാണ് ജാതി സെൻസസ്. 931 ഇന്ത്യയിൽ ജാതി സെൻസസ് നടന്നത്. ആ സെൻസസ് നടക്കുമെന്ന് ബീഹാർ തെരഞ്ഞെടുപ്പിലെ തന്ത്രമായിട്ടാണെങ്കിൽ പോലും പറയേണ്ടി വന്നിരിക്കുന്നു BJP-ക്ക്. ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, ഇന്ത്യയിലെ RSS-ന്റെ നട്ടല്ലൊടിക്കുന്ന ഒരു സർവേയാണത്. അവരുടെ അജണ്ടകളെ പൊളിക്കുന്ന ഒരു സർവേയാണ് ജാതി സർവേ എന്ന് പറയുന്നത്. തീർച്ചയായും ഇന്ത്യ 931 സർവേയുടെ കണക്കിൽ 4599 ജാതിയും ഉപജാതികളും മതങ്ങളും ഉണ്ട് ഇന്ത്യയിൽ എന്നാണ്. 325 ഭാഷയുണ്ടെന്നാണ്. ഇതിനർത്ഥം എന്തെന്നറിയുമോ? ഇന്ത്യ ഒരു ഡൈവേഴ്സിറ്റിയുള്ള, വൈവിധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്നാണ്. ആർക്കും ഈ രാജ്യത്തെ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ വർഗവർണ്ണങ്ങളുടെ പേരിലോ ഭാഷയുടെ പേരിലോ ഏകീകരിപ്പിക്കുക അസാധ്യമാണ്. RSS-ന് സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. ആ വൈവിധ്യങ്ങളിലുള്ള ഇന്ത്യയുടെ കണക്കുകൾ പുറത്തു വരണം. ഏകീകരണം എന്ന് പറയുന്ന RSS-ന്റെ വർഗീയ ഏകീകരണത്തിന്റെ അജണ്ടകൾ പൊളിയണം. അത് പൊളിയുക തന്നെ ചെയ്യും. നിങ്ങൾ കണ്ടോ, ഇന്നലെ മിനിഞ്ഞാന്ന് പഹൽഗാമിന്റെ ഉത്തരവാദിത്തം RSS-കാരൻ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. അവൻ ഈ രാജ്യത്തെ രക്ഷിക്കുന്ന തിരക്കിലാണല്ലോ, ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കിയവൻ. ആ സംഘ് പരിവാരത്തോട് ഞാൻ പറയട്ടെ, നിങ്ങൾ മിനിഞ്ഞാന്ന് കാണേണ്ടതുണ്ട്. പഹൽഗാമിൽ മരിച്ചുപോയ ലഫ്റ്റനന്റിന്റെ ഭാര്യ, അവിടെ മരിച്ചുപോയ വിനയ് നർവാളിന്റെ ഭാര്യ ഹിമാൻഷി നർവാൾ. പത്രക്കാര് വലിയ പ്രതീക്ഷയോടെ റിപ്പബ്ലിക് TV അടക്കം പോയി ചോദിക്കുകയാണ് ഈ ഇദ്ദേഹത്തിന്റെ പട്ടാളക്കാരന്റെ ഭാര്യയോട്, ഹിമാൻഷി നർവാളിനോട്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആ പെണ്ണ് പറഞ്ഞ ഒരു വാചകം നമ്മുടെ ഹൃദയത്തിനകത്ത് കൊത്തിവെക്കണം. അവര് പറഞ്ഞത്, ഈ കലാപത്തിന്റെ പേരിൽ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ, കാശ്മീരികളെ ടാർഗറ്റ് ചെയ്യാൻ അതല്ല ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടത് നീതിയാണ്, നമുക്ക് വേണ്ടത് സമാധാനമാണ്. മുസ്ലിങ്ങളെയോ കാശ്മീരികളെയോ ടാർഗറ്റ് ചെയ്യുന്ന ഫാഷിസ്റ്റുകളുടെ കൂടെയല്ല കൊല്ലപ്പെട്ടു പോയ പട്ടാളക്കാരന്റെ ഭാര്യ. നിങ്ങൾ അറിയേണ്ടത്, ആ സ്ത്രീയുടെ കമന്റിന്റെ താഴെ വന്നിരിക്കുന്ന RSS-കാരുടെ കമന്റ് ഉണ്ട്, സംഘ് പരിവാരത്തിന്റെ കമന്റ് ഉണ്ട്. ഇവർ കൊല്ലപ്പെടേണ്ടവനാണ്. എന്തൊരു ക്രൂരതയാണല്ലോ ഇത്, എന്തൊരു ക്രൂരതയാണ്. ഇതാണ് ഫാഷിസം. അവൻ പറയാണ് ഇയാൾ കൊല്ലപ്പെടേണ്ടതാണ്. എന്നിട്ട് ആ പെണ്ണിനെ പറയാത്ത, വിധവയായ സ്ത്രീയെ പറയാത്ത ചീത്തയില്ല. അവർക്ക് സഹിക്കാനാവുന്നില്ല. പക്ഷെ അവരറിയുക, അതാണ് ഇന്ത്യ, അതാണ് ഇന്ത്യ. ഈ രാജ്യത്ത് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഭയപ്പെടാതെ നിൽക്കുകയാണ് പ്രധാനം. നിങ്ങളുടെ വികാരങ്ങളെ കച്ചവടം ചെയ്യാൻ വരുന്ന എല്ലാവരെയും തിരിച്ചറിയാനാവുക. ഈ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റുകളെ, ഈ രാജ്യത്തിലെ ഫാഷിസ്റ്റുകളെ അവരുടെ വാഗ്ദാനങ്ങളുടെ മുമ്പിൽ അടിയറ വെച്ചു കൊടുക്കാനുള്ളതല്ല ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം എന്ന് പറയുന്നത്. ഈ രാജ്യം നമ്മുടേത് കൂടിയാണ്. നിങ്ങൾ NRC കൊണ്ടുവന്നു, ഞങ്ങൾ അന്നേ പറഞ്ഞു, നിങ്ങൾ എന്തു ചെയ്യാനാണ്? ഈ NRC കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെയൊക്കെ വലിച്ചു കയറ്റാൻ പറ്റിയ മൂക്കൊന്നും ഒരു അമിത്ഷയുടെയും നരേന്ദ്രമോദിയുടെയും മുഖത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഈ രാജ്യത്ത് ജീവിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് ആരുടെയും ഔദാര്യം കൊണ്ടല്ല. ഇത് ഞങ്ങളുടെ മണ്ണാണ്, ഞങ്ങളുടെ മണ്ണാണ്. ഞങ്ങൾ കൂടി നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യമാണ് ഈ രാജ്യത്ത് രാജ്യം അനുഭവിക്കുന്നത്. ഞങ്ങളുടെ അവകാശമല്ലേ ഇത്? ഞങ്ങളുടെ അവകാശമല്ലേ? പാകിസ്ഥാനല്ല, അതിനപ്പുറത്ത് ഞങ്ങളുടെ ഏറ്റവും പുണ്യഭൂമിയായ കഅബ നിലകൊള്ളുന്ന സൗദി അറേബ്യ,
ഇന്ത്യക്കെതിരെ പടപെട്ടാൻ വന്നാൽ വിരിമാറു കാണിച്ച് ഇന്ത്യയുടെ കൂടെ ഞങ്ങൾ ഈ മണ്ണിലുണ്ടാകുമെന്ന് പഠിപ്പിച്ചത് ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. ബാഫക്കി തങ്ങളാണ്, പൂക്കോയ തങ്ങളാണ്, CH മുഹമ്മദ് കോയ സാഹിബാണ്. ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നവരാണ്, ജീവിക്കേണ്ടവരാണ്. ഞങ്ങളുടെ അസ്തിത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നല്ലത് ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച് ബഷീർ സാഹിബ് നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യൻ എന്ന കൺസെപ്റ്റോടുകൂടെ അവരുടെ മുമ്പിൽ നിറഞ്ഞു നിന്ന് ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിൽക്കുകയാണ്. അഭിമാനത്തോടെ, അന്തസ്സോടെ, ഇസ്സത്തോടെ ഈ മണ്ണിൽ നിൽക്കുകയാണ് ഒരു ലീഗുകാരന്റെ ബാധ്യതയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് ലീഗുകാരന്റെ ഉത്തരവാദിത്വവും. അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.